നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് വൺ കമ്പോണൻറ്റ് സിസ്റ്റംസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫേസ് ഡയഗ്രാംസിൻ്റെ ഫേസ് റൂള് നമ്മൾ ഡെറിവേഷനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് വൺ കമ്പോണൻറ്റ് സിസ്റ്റംസ് പഠിക്കണം. അപ്പോൾ വൺ കമ്പോണൻറ്റ് സിസ്റ്റംസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പരാമർശിക്കാനുള്ളത് വാട്ട് ആർ ദ ഫേസ് ഡയഗ്രാംസ്. ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ പ്രഷർ ഡയഗ്രാംസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോമ്പോസിഷൻ ഡയഗ്രാംസിനെയാണ് നമ്മൾ ഫേസ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് ഡയഗ്രാംസിൽ നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടാവും, ആ ഫേസ് ഏതൊക്കെയാണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്ത് കാണിക്കാനുള്ള ഡയഗ്രാംസിനെയാണ് ഫേസ് ഡയഗ്രാംസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വൺ കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടതിന് ശേഷം രണ്ട് അപ്ലിക്കേഷൻസ് ആണ് വൺ കമ്പോണൻറ്റ് സിസ്റ്റം ഓഫ് വാട്ടർ ആൻഡ് ദെൻ സൾഫർ. ഫേസ് റൂള് നമുക്കറിയാം F = C - P+2. വൺ കമ്പോണൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് വരുന്നത് C = 1 ആണ്. സോ ദിസ് വിൽ ബി F = 1 - P+2 which will be equal to 3 - P. അപ്പോൾ നമ്മുടെ ഫേസ് റൂളിൽ നമുക്ക് ഇതുപോലെ 3 - P എന്നുള്ളൊരു ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഏതൊരു സിസ്റ്റവുമായാലും ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. 1ൽ കുറഞ്ഞൊരു ഫേസ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഏറ്റവും മിനിമം ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരാവുന്നത് ദാറ്റ് മീൻസ് ദ P വാല്യൂ ക്യാൻ ബി ഈക്വൽ ടു 1. അറ്റ്ലീസ്റ്റ് ഒരു ഫേസെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് അതിനൊരു സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി F വിൽ ബി ഈക്വൽ ടു 3 - 1 വിച്ച് വിൽ ബി ഈക്വൽ ടു 2. എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? 2 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അതിന് 2 വേരിയബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ 2 വേരിയബിൾസ് കൊണ്ട് നമുക്ക് ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആരൊക്കെയായിരിക്കും ആ 2 വേരിയബിൾസ് എന്നുള്ളതാണ്. F = C - P+2 നമ്മൾ പറഞ്ഞു. ഈ 2 എന്ന് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറും പ്രഷറുമാണ്. ഇവിടെ വരുന്നത് എന്തൊക്കെയാണ്? കോമ്പണൻസ്, ഇത് ഫേസസ്. ഇവിടെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് വൺ കമ്പോണൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ആ വൺ കമ്പോണൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് C = 1. ഫേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ഏറ്റവും മിനിമം വേണ്ട ഫേസിൻ്റെ നമ്പർ 1 ആണ്. അപ്പോൾ ഇവിടെയും 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തുണ്ട്? 2 ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള ടെമ്പറേച്ചറും പ്രഷറും മാത്രം മതി എന്തിന്? വൺ കമ്പോണൻറ്റ് സിസ്റ്റംസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട്. So that is the minimum number of variables that is required to define the system of one component system. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇനി അടുത്ത വൺ കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണ്. വി ആർ ഗോയിങ് ടു സി H2O. H2Oൻ്റെ ഫേസ് ഡയഗ്രാം നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ H2Oൻ്റെ ഫേസ് ഡയഗ്രാം ഒന്ന് കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രഷർ Y ആക്സിസിലും ടെമ്പറേച്ചർ X ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. 3 ഫേസസ് ആണ് വാട്ടറിനുള്ളത്. നമുക്കറിയാം ഐസ്, വാട്ടർ ആൻഡ് വേപ്പർ. ദിസ് കർവ് BO കർവ് എന്ന് പറയുന്ന ഈ BO കർവ് എന്തിനെയാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? ഐസിനെയും വേപ്പറിനെയുമാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സബ്ലിമേഷൻ കർവ്. ഐസ് സബ്ലിമേറ്റ്സ് ടു വേപ്പർ. ദിസ് ഈസ് കോൾഡ് ആസ് ദ സബ്ലിമേഷൻ കർവ്. നൗ ഐസും വാട്ടറും തമ്മിലുള്ള സെപ്പറേഷൻ, what will be that curve? That is called as the melting curve or the fusion curve. So this is called as the fusion curve. Now here there is water, here there is vapor. അപ്പോൾ എന്താണ്? വാട്ടർ വേപ്പറൈസേഷൻ നടന്ന് ടെമ്പറേച്ചർ കയറി വേപ്പറൈസേഷൻ കഴിഞ്ഞ് വേപ്പറിലേക്ക് മാറുന്നു. ആൻഡ് ദാറ്റ് കർവ് ഈസ് കോൾഡ് ആസ് അവർ വേപ്പറൈസേഷൻ കർവ്. അപ്പോൾ നമ്മുടെ 3 കർവുകളെയും നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫേസ് ഡയഗ്രാം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏരിയയിൽ എക്സ്പെക്റ്റ് ഉണ്ടാവുന്ന ആൾക്കാർ മുഴുവൻ ഐസ് മാത്രമാണ്. ഇവിടെയുള്ളത് വാട്ടറാണ്. ഇവിടെയുള്ളത് ഈ ഭാഗം മുഴുവൻ വേപ്പറാണ്. ഇനി ഈ ലൈൻസ് എന്തിനെ കാണിക്കുന്നു? നമ്മൾ ക്ലോഷ്യസ്-ക്ലാപെയ്റോൺ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ക്ലോഷ്യസ്-ക്ലാപെയ്റോൺ ഇക്വേഷൻ്റെ കർവുകളാണ് നമ്മളിവിടെ ഈ കാണുന്ന കർവുകൾ. ഇനി നമ്മൾ ഇതിനകത്ത് ഫേസ് റൂള് നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നിടത്ത് ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. എന്താണ് ഇക്വിലിബ്രിയം? ഐസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെറുതായി നമുക്ക് അതിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഐസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ.
അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഇക്വിലിബ്രിയത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും? ആരൊക്കെയാണ് ഇക്വിലിബ്രിയത്തിലുള്ളത്? വാട്ടർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് വേപ്പർ. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് ഇക്വിലിബ്രിയത്തിലുള്ളത്? ഐസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് വേപ്പർ. ഇനി ഡയറക്റ്റ്ലി നമുക്ക് ഇതിൻ്റെ ഫേസ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറും പ്രഷറും വെച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിനെ മുഴുവൻ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഏരിയകളെ നമുക്കൊന്ന് നോക്കാം. ഏരിയകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഏരിയനെ നമ്മൾ ആദ്യം ചെയ്യുന്നു. സോ ദിസ് കർവ് ഈസ് BOC കർവാണ്. സോ BOC എന്ന് പറയുന്ന ഒരു കർവുണ്ട്. പിന്നെ BOA എന്ന് പറയുന്ന ഒരു കർവുണ്ട്. പിന്നെ ഏതാണ്? COA എന്ന് പറയുന്ന ഒരു കർവുണ്ട്. ഏതൊക്കെയാണ് കർവ് നോക്കാം. BOC എന്ന് പറയുന്ന കർവ് എന്ത് കർവ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്? ദിസ് കർവ് ഐസിൻ്റെ ഭാഗമാണ്. BOA എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ മുഴുവൻ പേപ്പറിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്, ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കാം, F ഈക്വൽ ടു C മൈനസ് P+2. ഇതിൽ വരുന്നത് കോമ്പണൻ്റ് എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് ഈ ഏരിയയിൽ ഉള്ള ഫേസ് എന്ന് പറയുന്നത് ഐസ് മാത്രമാണ്. നോക്കുക, ഞാൻ കർവിൻ്റെ കാര്യം നമ്മൾ പറയുന്നേ ഇല്ല, ഈ ഒരു ഏരിയ മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇൻ ദിസ് ഏരിയ 1 മൈനസ് നമ്പർ ഓഫ് ഫേസ് ഈസ് 1 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പ്രഷറും ടെമ്പറേച്ചറും അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ, ഇവിടെയുള്ള സിസ്റ്റത്തിന്. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിന് കറക്റ്റായിട്ടൊരു പ്രഷർ ആക്സിസും വേണം, അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ ആക്സിസും വേണം. ഇതൊരു ഏരിയയിൽ നിൽക്കുന്ന പോയിന്റാണ് ഈ പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് ഐ ഷുഡ് സ്പെസിഫൈ ബോത്ത് പ്രഷർ ആൻഡ് ബോത്ത് temperature so that degrees of freedom will be equal to 2. ഇനി അടുത്തത് നോക്കുക, BOA എന്ന് പറയുന്നത് വേപ്പറിൻ്റെ കർവാണ്. അപ്പോൾ BOA എന്ന് പറയുന്ന കർവിനകത്ത് നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് തന്നെയായിരിക്കും? ഈ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ത് തന്നെയായിരിക്കും? 1 മൈനസ് 1 പ്ലസ് 2 വിൽ ബി ഈക്വൽ ടു 2. എന്താണ് അതിൻ്റെ അർത്ഥം? ദാറ്റ് ഈസ് ഓൾസോ എ ബൈവേരിയൻ സിസ്റ്റം. യു ഷുഡ് സ്പെസിഫൈ ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കൂടുതൽ പറയേണ്ട കാര്യമില്ല. COA എന്ന് പറയുന്നതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? വാട്ടർ മാത്രമേ ഉള്ളൂ. അവിടെയും നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 തന്നെ കിട്ടും. അപ്പോൾ ഏരിയാസിൻ്റെ കാര്യം തീരുമാനമായി. ഇനി നമുക്കുള്ളത് കർവുകളാണ്. ഓരോ കർവിലും ഫേസ് റൂൾ അപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കർവ് എന്ന് പറയുന്നത് BO കർവാണ്. BO curve represents the sublimation curve. Second curve is CO curve. The third one is AO curve. അപ്പോൾ ഒന്ന് സബ്ലിമേഷൻ കർവാണ്, ഒന്ന് വേപ്പറൈസേഷൻ കർവാണ്, മറ്റൊന്ന് ഫ്യൂഷൻ കർവാണ്. അതിൽ നമുക്കൊന്ന് ഫേസ് റൂൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? സോ ദീസ് ആർ മെന്റ് ഫോർ curves. BO കർവിൽ നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ F ഈക്വൽസ് C മൈനസ് P പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കമ്പോണൻസ്. ഇറ്റ് ഈസ് എ 1 കമ്പോണൻറ്റ് സിസ്റ്റം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 1 മൈനസ് ഈ കർവാണ്. അവിടെ നമ്പർ ഓഫ് ഫേസസ് ആരൊക്കെയാണുള്ളത്? ഹിയർ നമ്മൾ പറഞ്ഞു ഐസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് വേപ്പർ. അപ്പോൾ ഈ കർവിൻ്റെ മൊത്തം ഈ ഏരിയയിൽ അവിടെ ഒരു ഇക്വിലിബ്രിയം നടക്കുന്നുണ്ട്. ഐസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് വാട്ടർ. ദാറ്റ് മീൻസ് ബോത്ത് ഐസ് ആൻഡ് വേപ്പർ ആർ പ്രസൻറ്റ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്പർ ഓഫ് ഫേസസ് ഈസ് ഈക്വൽ ടു 2. 1 മൈനസ് 2 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്തായി? യു ക്യാൻ സ്പെസിഫൈ ഐദർ പ്രഷർ ഓർ ടെമ്പറേച്ചർ. പ്രഷർ അറിഞ്ഞാലും ടെമ്പറേച്ചർ അറിഞ്ഞാലും നമുക്ക് എന്ത് കാര്യം ചെയ്യാം? സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മളത് പറയാൻ കാരണം? ഇഫ് ഐ നോ ദ ടെമ്പറേച്ചർ, എനിക്ക് ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിന് നേർക്ക് വരുന്നത് ഒരൊറ്റ പ്രഷറേ ഉള്ളൂ, ഈ ഇവിടെ വരുന്ന പ്രഷർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലൈന് ഞാൻ ഇങ്ങോട്ട് വരച്ചാൽ എനിക്ക് ഇതിൻ്റെ പ്രഷർ അറിയാൻ പറ്റും. അതായത് എനിക്ക് പ്രഷർ അറിയാമെങ്കിൽ ടെമ്പറേച്ചർ എനിക്ക് കർവിൽ നിന്നും എടുക്കാൻ പറ്റും. എനിക്ക് ഇതുപോലെ ടെമ്പറേച്ചർ അറിഞ്ഞാൽ പ്രഷറിനെ എടുക്കാൻ പറ്റും. പ്രഷറിനെ എനിക്കറിയാമെങ്കിൽ എനിക്ക് എന്തിനെ എടുക്കാൻ പറ്റും?
എനിക്ക് അതിൻ്റെ ടെമ്പറേച്ചറിനെ എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ദ സിസ്റ്റം ഈസ് എന്താണ് മോണോ വേരിയൻറ്റ് എന്ന് നമ്മൾ പറയുന്നു. ഇറ്റ് ക്യാൻ ബി സ്പെസിഫൈഡ് ഐദർ വിത്ത് ടെമ്പറേച്ചർ ഓർ വിത്ത് പ്രഷർ. വാട്ട് അബൌട്ട് ദ അതർ കേർവ്സ്? ഇനി നമുക്ക് ഈസിലി പറയാം ബാക്കിയുള്ള സ്ഥലങ്ങളിലും എന്ത് തന്നെയായിരിക്കും 1 AO വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാം എടുത്ത് നോക്കിയാൽ നമുക്കതിനെ 3 സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഏരിയാസ് ബിറ്റ്വീൻ ദ കർവ്സ് ആൻഡ് ഓൾസോ ഓൺ ദ കർവ്. അപ്പോൾ ഏത് ഏരിയ എടുത്താലും അവിടെയൊക്കെ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് 2 എന്ന് കിട്ടുന്നു. ഏത് ലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഫേസ് റൂൾ അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുക എന്തായിരിക്കും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു 1. ഐദർ ടെമ്പറേച്ചർ ഓർ പ്രഷർ ഷുഡ് ബി സ്പെസിഫൈഡ്. ഇനി നമുക്കുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് O ആണ്. ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു പോയിന്റ് ആണ്. ആ പോയിന്റ് Oൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്ലൈയിങ് ഫേസ് റൂൾ ടു പോയിന്റ് O, F ഈക്വൽസ് C minus P plus 2. Components is 1. Phases. Number of phase at this point. ഇവിടെ നോക്കുക, ഈ പോയിന്റ് ഒരു പ്രത്യേകതയുണ്ട്. Ice is in equilibrium with water which is in equilibrium with vapor. 3 കർവും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ O എന്ന് പറയുന്ന കർവ്. So that means 1 minus 3 plus 2 which is equal to എത്രയാണ്? Which is equal to 0. Degrees of freedom equal to 0. ഒരു സ്പെഷ്യൽ ആസ്പെക്റ്റ് ആണ്. അതായത് നമുക്ക് അവിടെ പ്രത്യേകിച്ച് ടെമ്പറേച്ചറോ പ്രഷറോ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ പറയണ്ടൂ. എന്താണ്? ദ സിസ്റ്റം ഈസ് അറ്റ് ദ ട്രിപ്പിൾ പോയിന്റ്. ഈ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേര് ട്രിപ്പിൾ പോയിന്റ് എന്നാണ്. അപ്പോൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് നമ്മൾ പേരിട്ട് വിളിച്ചാൽ കാരണം ഈ ട്രിപ്പിൾ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് വാട്ടറിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് അറ്റ് 0.0098 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഈ പ്രഷറിനെയാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള pressure എന്ന് പറയുന്നത്. That means the pressure and temperature is specified. You need to say only that the system is at triple point. അപ്പോൾ ട്രിപ്പിൾ പോയിന്റിൽ ടെമ്പറേച്ചറും പ്രഷറും കറക്റ്റാണ്, അതൊരിക്കലും മാറുന്നില്ല. ആ മാറാത്തത് കൊണ്ട് there are no variables there. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് സമറൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് 1 കമ്പോണൻറ്റ് സിസ്റ്റമാണ്. 1 കമ്പോണൻറ്റ് സിസ്റ്റത്തിൽ F equal to C minus P plus 2. There is only one component which is 1 and degrees of freedom will be equal. The minimum degrees of freedom will be, the maximum degrees of freedom will be equal to 2. അതായിരിക്കും അതിൻ്റെ മാക്സിമം നമ്പർ. അതിൽ താഴെയുള്ളതേ അതിൻ്റെ താഴേക്ക് ഉണ്ടാവുള്ളൂ. ഓരോ ഏരിയകളിലും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അവിടെയൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആയിരിക്കും. ഓൺ ദ കർവ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. ആൻഡ് ദർ ഈസ് എ പോയിന്റ് കോൾഡ് ആസ് 0 point or the triple point. Triple point degrees of freedom will be equal to 0 ആയിരിക്കും. ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്, which is a special property of water. You see the fusion curve of ice. ഐസിൻ്റെ ഫ്യൂഷൻ കർവിന് ഇവിടെ ഒരു നെഗറ്റീവ് സ്ലോപ്പാണ്. നോർമലി ഇവിടെ എല്ലാവിടെയും നമ്മൾ കാണുക പോസിറ്റീവ് സ്ലോപ്പാണ്. ഇത് എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? യു സീ ഹിയർ വൺസ് യു ഇൻക്രീസ് ദ പ്രഷർ ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ഐസിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് എന്ത്? നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ഉരുകുന്നത്. അതിൻ്റെ നമ്മൾ പ്രഷർ കൊടുത്താൽ ദാറ്റ് വിൽ മെൽറ്റ്. ആ കാരണം കൊണ്ടാണ് നമ്മൾ ഈ കർവ് മാത്രം ഇതിരിക്കുന്നത്. ദാറ്റ് ഈസ് എ സ്പെഷ്യൽ പോയിന്റ്. ആൻഡ് ദർ ഈസ് ഓൾസോ അവർ മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ട്. ഇതിനകത്ത് വരച്ച ക്ലിയർ ആവാത്തത് കൊണ്ടാണ്. വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, 1 കമ്പോണൻറ്റ് സിസ്റ്റം, സൾഫർ. നമുക്ക് അടുത്ത 1 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം, വിച്ച് ഈസ് കോൾഡ് ആസ് ദ സൾഫർ സിസ്റ്റം. ഇപ്പോൾ സൾഫർ സിസ്റ്റം, വാട്ടർ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സൾഫർ സിസ്റ്റം വളരെ എളുപ്പമാണ്. ഒറ്റ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. വാട്ടർ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടപ്പോൾ എത്ര ഫേസസ് ആണ് നമ്മൾ പറഞ്ഞത്? 3 ഫേസസ് ആണ് നമ്മൾ വാട്ടറിൻ്റെ സിസ്റ്റത്തിനകത്ത് ഉള്ളത്. ഏതൊക്കെയാണ് 3 ഫേസസ്? ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ഐസ്, വാട്ടർ ആൻഡ് വേപ്പർ. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫേസസ് ആണുള്ളത്. സൾഫറിൻ്റെ കേസിൽ 2 സോളിഡ് ഫേസ് ഉണ്ട്. ഏതൊക്കെയാണ് 2 സോളിഡ് ഫേസ് എന്ന്? SR എന്ന് നമ്മൾ വിളിക്കുന്നത് റോംബിക് സൾഫറാണ്. റോംബിക്. ഒരു ഫേസും കൂടി ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് ആസ് ദ മോണോക്ലിനിക്. അപ്പോൾ സോളിഡ് തന്നെ എത്ര ഫേസ് ഉണ്ട്? 2 ഫേസ് ഉണ്ട്. ഇനി പിന്നെയുള്ളതൊക്കെ നോർമൽ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോംബിക് സൾഫറിൻ്റെ ഏരിയ.
ഈ റോംബിക് സൾഫർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാൽ, ഈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ സോളിഡ് ഫേസ് വിച്ച് ഈസ് കോൾഡ് ആസ് ദ മോണോക്ലിനിക് ഫേസ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് സോളിഡ് ഫ്രം വൺ ഫേസ് ടു അനദർ ഫേസ്. അപ്പോൾ ഇതിന് ഈ കർവിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസിഷൻ കർവ് എന്നാണ്. ട്രാൻസിഷൻ, ഒരു അല്ലോട്രോപ്പിൽ നിന്നും വേറൊരു അല്ലോട്രോപ്പിലേക്കുള്ള മാറ്റം. അപ്പോൾ ഈ കർവ് എന്തായിരിക്കും? വാട്ടർ സിസ്റ്റം നമ്മൾ പഠിച്ചതാണ്. ദിസ് വിൽ ബി ദ സബ്ലിമേഷൻ കർവ് ആൻഡ് ദിസ് വിൽ ബി ദ വേപ്പറൈസേഷൻ കർവ് ആൻഡ് ഹിയർ ദർ ഈസ് ദ ലിക്വിഫാക്ഷൻ കർവ് അല്ലെങ്കിൽ ഫ്യൂഷൻ കർവ് എവിടെയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സൾഫറിൻ്റെ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റോംബിക് സൾഫർ അതുപോലെ തന്നെ മോണോക്ലിനിക് സൾഫർ സോളിഡ് എക്സിസ്റ്റ് ഇൻ 2 phases. ഇപ്പോൾ നമുക്കൊരു സംശയം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് നോക്കുമ്പോൾ എത്ര ഫേസസ് വരും? ആക്ച്വലി 4 ഫേസസ് വരണം. കാരണം ഏതൊക്കെയാണ്? 2 സോളിഡ് ഫേസസിൻ്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. എന്താണ്? 2 സോളിഡ്സ് തമ്മിൽ എങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 2 ഫേസസ് ആണ് നമുക്ക് കിട്ടുക. 2 സോളിഡ് ഫേസ്, ഒരു ലിക്വിഡ് ഫേസ്, ഒരു ഗ്യാഷ്യസ് ഫേസ്. ദാറ്റ് മീൻസ് ഓൾ ടുഗെദർ നമുക്ക് 4 ഫേസസ് വരേണ്ടതാണ്. അങ്ങനെ 4 ഫേസസ് വരികയാണെങ്കിൽ വാട്ടറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ ട്രിപ്പിൾ പോയിന്റിൽ എത്ര ഫേസസ് ആയിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത്? 3 ഫേസസ് ആണ് ഒരുമിച്ചുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ സൾഫറിൻ്റെ കേസിൽ ഈ 4 ഫേസസും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ക്വാഡ്രപ്പിൾ പോയിന്റ് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത്. വെദർ ദർ വിൽ ബി എ ക്വാഡ്രപ്പിൾ പോയിന്റ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ എഴുതുമ്പോൾ F ഈസ് ഈക്വൽ ടു C മൈനസ് P പ്ലസ് 2. F ഈക്വൽ ടു C മൈനസ് P പ്ലസ് 2. ഇനി ഇഫ് F ഈസ് ഈക്വൽ ടു 0, അപ്പോൾ ഒരു ക്വാഡ്രപ്പിൾ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കണം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു 0 ആവണം. 0 ആവണമെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു, കമ്പോണൻ്റ് ഒരിക്കലും മാറുന്നില്ല, 1 മൈനസ് P പ്ലസ് 2. അപ്പോൾ അങ്ങനെ 1 മൈനസ് P പ്ലസ് 2 ആണെങ്കിൽ യു ക്യാൻ ഈസിലി സേ ദാറ്റ് P ക്യാൻ ബി ഈക്വൽ ടു 3. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നതിന് ഏറ്റവും വരാവുന്ന ചെറിയ വാല്യൂ എത്രയാണ്? 0 ആണ്. അങ്ങനെ 0 വരികയാണെങ്കിൽ അവിടെ വരുന്ന നമ്പർ ഓഫ് ഫേസസിൻ്റെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത് 3 എന്ന്. അതായത് ഒരു 1 കമ്പോണൻറ്റ് സിസ്റ്റത്തിൽ ഒരിക്കലും ഒരു ക്വാഡ്രപ്പിൾ പോയിന്റ് പോസിബിൾ ഇല്ല. ഏറ്റവും മിനിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആയിരിക്കും. അങ്ങനെ 0 ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഫേസസ് 3 ആയിരിക്കും. ദാറ്റ് മീൻസ് in such a system only 3 phases can exist in equilibrium. ക്വാഡ്രപ്പിൾ പോയിന്റ് ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുന്ന എന്തായിരിക്കും? ട്രിപ്പിൾ പോയിന്റ് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫേസ് ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് കാണാൻ. ഇവിടെ ഒരു ഏരിയ ഉണ്ട് റോംബിക് സൾഫർ, ഇവിടെ ലിക്വിഡ് സൾഫർ ഉണ്ട്. ഈ ഏരിയയിൽ മൊത്തമുള്ളത് മോണോക്ലിനിക് സൾഫറാണ്, ഇവിടെയുള്ളത് വേപ്പർ സൾഫറാണ്. ഓരോ ഏരിയയിലും ഫേസ് റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടറിൻ്റെ കേസിൽ നമ്മൾ ചെയ്തതാണ് F ഈക്വൽ ടു C മൈനസ് P പ്ലസ് 2. ഹിയർ C ഈസ് 1 മൈനസ്, ഓരോ ഏരിയയിലും ഒറ്റ ഫേസ് മാത്രമേ ഉള്ളൂ, ഒറ്റ ഫേസേ ഉള്ളൂ, പ്ലസ് 2 which is equal to 2. That means you should specify both temperature and pressure to specify a particular point. രണ്ടും വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാവുന്നതാണ് ഓരോ കർവിനകത്തും നമുക്ക് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? വാട്ടറിൻ്റെ കേസിലെ പോലെ തന്നെ നമുക്ക് നോക്കാം. ദിസ് വിൽ ബി 1 മൈനസ് നമ്പർ ഓഫ് ഫേസസ് വിൽ ബി 2 along a curve. 1 minus 2 plus 2 which will be equal to 1. Degrees of freedom will be equal to 1. Now what are the triple points present in the system? Triple points present are, 1 is B and then a small t എന്ന് കൊടുക്കുന്നു. First triple point, another triple point and another triple point. Here you will see another point which is called as the E and this represents a metastable equilibrium. ഇപ്പോൾ എന്താണ് മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം? നോർമൽ ഇക്വിലിബ്രിയം അല്ല. മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നോർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ if you start from the solid state or if you start from the vapor phase, you should end at the same point. If it is a metastable equilibrium, if you start from the vapor phase, you will reach a point which will be totally different if you start from a vapor phase or the
ഓപ്പോസിറ്റ് വൈസ് വേഴ്സ. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പോൾ സൾഫറിൻ്റെ വൺ കമ്പോണൻറ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൾഫറിന് 2 സോളിഡ് ഫേസസ് ഉണ്ട്, റോംബിക് ആൻഡ് മോണോക്ലിനിക്. അതിൻ്റെ ട്രാൻസിഷൻ കർവാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്ന BF എന്ന് പറഞ്ഞ അതിൻ്റെ ട്രാൻസിഷൻ കർവാണ്. Even though there are total 4 phases, at a time only 3 phases can be in equilibrium as per the phase rule. Only 3 phases can be in equilibrium. പിന്നെ നമ്മൾ അതിൻ്റെ ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഓരോ സ്ഥലത്തുമുള്ള ഇക്വിലിബ്രിയംസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഓരോന്നിൻ്റെയും ടെമ്പറേച്ചറും പ്രഷറും ഏതൊക്കെ നമ്മുടെ ട്രിപ്പിൾ പോയിൻ്റ് ടെമ്പറേച്ചറും പ്രഷറും നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കണം. പരീക്ഷയ്ക്ക് മാർക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിലൊന്ന് ഗ്രാഫ് വരച്ച് എല്ലാം മാർക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇക്വിലിബ്രിയംസിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഹിയർ ആരൊക്കെയാണ് ഇക്വിലിബ്രിയം ആയിട്ടുള്ളത്? ഒന്ന് ഇവിടെ ലിക്വിഡ് ഫേസ്, ഇവിടെ എന്താണ് ദിസ് ഈസ് വേപ്പർ ഫേസ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്ന് ഓർമ്മ വയ്ക്കുക. താങ്ക് യു.